1.5 ലക്ഷം പേരുടെ ഉപജീവനമാർഗമായി കേരള ലോട്ടറിയെയും അതിന്റെ വിശ്വാസ്യതയെയും മാറിയതിൽ സർക്കാരിന്റെ പങ്ക് വിലമതിക്കാനാകാത്തതെന്ന് ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കേന്ദ്ര നയവും ജനകീയ ബദലും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ലോട്ടറി കൊണ്ടുള്ള കേരളത്തിലെ ജനങ്ങളുടെ മെച്ചപ്പെട്ട വളർച്ച ദേശീയതലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ഭാഗ്യക്കുറിയുടെ പൊതുനിരക്ക് ഈ വരുന്ന മെയ് 2-ന് 50 രൂപയായി മാറും. സമ്മാനത്തുകയിൽ നിന്നും 3% മാത്രമാണ് സർക്കാർ ഫണ്ടിലേക്ക് എടുക്കുന്നത്. ലോട്ടറിയിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നും ചികിത്സാ സഹായ പ്രവർത്തനങ്ങൾക്കും തൊഴിലാളികളുടെ ക്ഷേമത്തിനായും തുക വിനിയോഗിക്കുന്നുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു. കേരളം വികസനത്തിന്റെ പാതയിലാണ്. കേന്ദ്രം സാമ്പത്തികമായി ഞെരുങ്ങുമ്പോഴും നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാർ ഒരിഞ്ച് പോലും പുറകോട്ട് പോകുന്നില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അന്നത്തെ ഗവൺമെന്റ് ഗവൺമെന്റ് കാലത്ത് തുടങ്ങിയ സർക്കാരിന്റെ നേതൃത്വം ലോട്ടറിയാണ്. ഈ ലോട്ടറി ഏറ്റവും പ്രധാനമായ ലോട്ടറിയുടെ പ്രത്യേകത, ലോട്ടറി കൊണ്ട് ആരൊക്കെയാണോ അതുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും ഗുണകരമായ ജീവിതമാർഗം ഉണ്ടാകുന്നു, കൃത്യമായ സമ്മാനം കൊടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ 3% സംസ്ഥാന ഗവൺമെന്റിലേക്ക് ഇത് വരുന്നുണ്ട്. നമ്മൾ കാരുണ്യ ചികിത്സാ പദ്ധതിക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലുള്ള സ്കീമുകളാണ്. അല്ലാതെ നമ്മുടെ ഒരു മുൻ ഗവർണർ പറഞ്ഞു, കേരളം എന്ന് പറഞ്ഞാൽ ലോട്ടറിയിൽ നിന്നും മദ്യത്തിൽ നിന്നും വരുന്ന പണം കൊണ്ടാണ് ജീവിക്കുന്നത്. പറയാൻ പാടില്ല, ഇന്ത്യയിൽ മദ്യത്തിൽ നിന്ന് വരുമാനം ഉണ്ടാകുന്ന സ്റ്റേറ്റുകളിൽ 10, 12, 15 സ്ഥാനങ്ങളുണ്ട് കേരളത്തിൽ. ഇപ്പൊ 4, 5, 6 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾക്ക് വിൽക്കുന്നവർക്ക് കമ്മീഷൻ കൊടുക്കണമെങ്കിൽ മൊത്തത്തിൽ വില കൂടിയത് കമ്മീഷൻ കൊടുക്കും. 25 വർഷത്തിലധികമായി ലോട്ടറി വിൽപ്പന നടത്തിവരുന്ന ജില്ലയിലെ ഓരോ ഏരിയയിൽ നിന്നും ഓരോ തൊഴിലാളികളെയും ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ വിജയം നേടിയ ലോട്ടറി തൊഴിലാളികളുടെ മക്കളെയും സെമിനാറിൽ ആദരിച്ചു. N.K. അക്ബർ MLA അധ്യക്ഷനായി. PR ജയപ്രകാശ്, TB സുബൈർ, MV ജയരാജൻ, TB ദയാനന്ദൻ, ഫിലിപ്പ് ജോസഫ്, V ബാലൻ, ജോർജ് കോട്ടൂർ, M ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു.